നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത് സ്കാൻഡലസ് ആണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആ ഗോള് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്താണിതൊക്കെ? ഇങ്ങനെ എങ്ങനെ സംഭവിക്കും? പൊട്ടിത്തെറിക്കുകയാണ് റോബിൻ വാൻ പേഴ്സി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമായ ഹിരൻ വീനും ഫോർച്യൂണ സിറ്റാഡും തമ്മിൽ നടന്ന മത്സരത്തിൽ റഫറിമാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് എതിർ ടീമിൽ 12 പേര് കളിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. 12 പേര് കളിക്കളത്തിൽ, ഒരു ഭാഗത്ത് 11 പേര്, എതിർ ടീമിൽ 12 പേര്. റഫറിമാർ എവിടെ നോക്കി നിൽക്കുന്നു എന്നതാണ് ചോദ്യം. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഏതാണ്ട് 1 മിനിറ്റ് സമയം അങ്ങനെ 12 പേരെ വെച്ച് കളിച്ചു. അതിൻ്റെ അഡ്വാൻറ്റേജ് ഫോർച്യൂണ സിറ്റാഡിന് ലഭിച്ചു. അങ്ങനെ ആ ഗോൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അതിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ ഉണ്ടായത് ഈ ഒരാളുടെ അഡ്വാൻറ്റേജ് അധികം ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ റോബിൻ വാൻ പേഴ്സി പറയുന്നത്. മത്സരം 2-2 സമനിലയിലാണ് ഇന്നലെ കഴിഞ്ഞ ഹിഡൻ വീൻ വേഴ്സസ് ഫോർച്യൂണ സിറ്റാഡ് മത്സരം അവസാനിച്ചിട്ടുള്ളത്. എറേഡിവിസിയിലെ ഈ പോരാട്ടത്തിൽ ആദ്യം ലീഡെടുക്കുന്നത് ഹിഡൻ വീനാണ്. 8ാമത്തെ മിനിറ്റിൽ സ്മാൻസിലൂടെ അവർ ലീഡെടുത്തു. പക്ഷേ 15ാമത്തെ മിനിറ്റിൽ പീറ്റേഴ്സൻ്റെ പെനാൽറ്റി ഗോളിലൂടെ ഫോർച്യൂണ സിറ്റാഡ് ഒപ്പം പിടിച്ചു. 82ാമത്തെ മിനിറ്റിലാണ് ഗുൾബസിൻ്റെ ഗോളിലൂടെ ഹിരൻ വീൻ ലീഡെടുക്കുന്നത്. അതിനുശേഷമാണ് ഈ നാടകീയ രംഗങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ 88ാമത്തെ മിനിറ്റിൽ ഒരു ഡബിൾ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ഫോർച്യൂണ പോവുകയാണ്. അതിൽ റയാൻ ഫോസോയും ജാസ്പർ ഡെലോസും പുറത്തേക്ക് വരുന്നു. പകരം ഡാരിയോ ഗ്രൂസിച്ചും ഓവൻ ജോൺസണും കളിക്കളത്തിലേക്ക് പോകണം. പക്ഷേ ഇതിൽ ഡെലോസ് കളിക്കളത്തിന് പുറത്തേക്ക് വന്നില്ല. അദ്ദേഹം കളിയിൽ തന്നെ തുടർന്നു. അതാരും നോട്ടീസ് ചെയ്തില്ല, റഫറിമാരും നോട്ടീസ് ചെയ്തില്ല. അതോടുകൂടി 2 പേര് കളിക്കളത്തിലേക്ക് ഇറങ്ങി. ഒരാൾ കളിക്കളത്തിന് പുറത്തേക്ക് പോയപ്പോൾ പകരം 2 പേര് കളിക്കളത്തിലേക്ക് ഇറങ്ങി 12 പേരായിട്ട് മാറി. നിയർലി 1 മിനിറ്റ് അങ്ങനെ തന്നെ കളി തുടരുകയും ചെയ്തു. വാൻ പേഴ്സി ഇത് നോട്ട് ചെയ്തു, എതിരാളികൾക്ക് 1 മാൻ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. അദ്ദേഹം അത് അവിടെയുള്ള ഒഫീഷ്യൽസിനോട് പറയുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയും ചെയ്തു. എന്നാൽ കളിക്ക് ശേഷം ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ ഈക്വലൈസ് ചെയ്യുന്നുണ്ട് ഫോർച്യൂണ സിറ്റാഡ്. കളിക്ക് ശേഷം അതിശക്തമായ ഭാഷയിൽ റോബിൻ വാൻ പേഴ്സി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹം പറഞ്ഞു, ആ ഗോളിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്പെഷ്യലാണ്. ഒന്ന് നോക്കുക. ഫോർച്യൂണ സിറ്റാഡ് 12 പേരെ വെച്ചാണ് കളിക്കളത്തിൽ ഉണ്ടായത്. ഏതാണ്ട് 1 മിനിറ്റ് വരെ, ആ ഒരു ത്രോയിനിലേക്ക് എത്തുന്നത് വരെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പാരൻലി അത് അലൗ ചെയ്യപ്പെട്ടു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. സിംപ്ലി അത് സമ്മതിച്ചു കൊടുത്തു റഫറിമാർ. നോർമലി ഞാൻ റഫറിമാരോട് സംസാരിക്കാറില്ല, അവരവരുടെ ജോലി ചെയ്യട്ടെ എന്ന തീരുമാനമെടുക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? എതിർ ടീം 12 പേരെ വെച്ച് കളിക്കുക. ദാറ്റ്സ് അൺതിങ്കബിൾ. സോ ഞാൻ ഫോർത്ത് ഒഫീഷ്യലിനോട് കാര്യങ്ങൾ ചോദിച്ചു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. ഫോർ എക്സാമ്പിൾ, ആ ഗോൾ റിവേഴ്സ് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം 12 പേര് 11 പേർക്കെതിരെ കളിക്കുക. ഐ റിയലി കാണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. തീർച്ചയായിട്ടും ഇത് റിയലി സ്കാൻഡലോസ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിക്കുകയുണ്ട്. എന്തായാലും ഇതൊരു വലിയ അബദ്ധമാണ്, വലിയ കോമഡി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എറേഡിവിസിയിൽ. ഏതായാലും ഫോർച്യൂണ സിറ്റാഡ് ആ ഒരു സമനില പിടിച്ചതോടുകൂടി 21 കളികളിൽ നിന്ന് അവർക്ക് 26 പോയിൻ്റ് ആയിട്ടുണ്ട്. ഹിഡൻ വീൻ ആ സമനിലയോടുകൂടി 21 കളികളിൽ നിന്ന് 25 പോയിൻ്റാണ്. ഫോർച്യൂണ സിറ്റാഡ് 8ാം സ്ഥാനത്തും ഹിഡൻ വീൻ ഇപ്പോൾ 10ാം സ്ഥാനത്തുമാണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.